ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെറും യാദർച്ഛികതയല്ല. ഇതൊരു പ്രത്യേക നിമിഷമാണ്. ദിവസം മുഴുവൻ പ്രശ്നങ്ങളും ചിന്തകളും വെല്ലുവിളികളും തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു സമയം. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം ആയിരുന്നിരിക്കാം. ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ, ആർക്കും മനസ്സിലാവാത്ത ചിന്തകൾ, ഹൃദയം തകർക്കുന്ന ചില സംഭവങ്ങൾ. നിങ്ങൾ പുറമെ ശക്തനായി കാണിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ തകർന്നിരിക്കുകയായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളോട് കൂടെ തന്നെയുണ്ട്. ജീവിതം എപ്പോഴും സുഖകരം ആയിരിക്കണമെന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നുമില്ല. നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ നമ്മെ നിരാശപ്പെടുത്താറുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നഷ്ടപ്പെടാറുമുണ്ട്. ഈ വീഡിയോ കാണുന്ന പലരും പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്തതുപോലെ തോന്നുന്നു. കണ്ണുനീർ പൊഴിച്ചിട്ടും ആശ്വാസം കിട്ടാത്തതുപോലെ തോന്നുന്നു. പക്ഷേ സത്യം എന്താണെന്നോ? ദൈവം ഒരിക്കലും മിണ്ടാതിരിക്കുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ അറിയുന്നില്ല എന്നതാണ് സത്യം. രാത്രിയിൽ ഇത് വെറും ഉറങ്ങാനുള്ള സമയം മാത്രമല്ല, ഇത് ദൈവവുമായി സംസാരിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. ലോകം ശാന്തമാകുമ്പോൾ, ശബ്ദങ്ങളെല്ലാം മാഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രിയിലാണ് നമുക്ക് പലതിനെ ചൊല്ലിയും കൂടുതൽ ചിന്തകൾ വരുന്നത്. ഓർമ്മകൾ കൂടുതൽ തീവ്രമാകും, വേദനകൾ കൂടുതലായി അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഇത് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത്. പ്രാർത്ഥന എന്നത് വെറും വാക്കു മാത്രമല്ല, അത് വലിയൊരു ബന്ധമാണ്. നമ്മളും ദൈവവും തമ്മിലുള്ള ആഴമേറിയ ബന്ധം. പ്രാർത്ഥന അത് നമ്മളുടെ പ്രശ്നം മാറ്റണമെന്നില്ല, പക്ഷേ അത് നമ്മളെ തന്നെ മാറ്റും. ഭയം സമാധാനമായി മാറും, ആശങ്ക വിശ്വാസമായി മാറും, വേദന ശക്തിയായി മാറും. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇന്നത്തെ രാത്രി നിങ്ങളത് അനുഭവിക്കും. ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും, ഏത് സാഹചര്യങ്ങളിൽ ആണെങ്കിലും ദൈവം നിങ്ങളെ വിളിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് വാ. നിന്റെ ഭാരങ്ങൾ എത്ര വലുതാണെങ്കിലും എൻ്റെ മേൽ വെച്ചോളൂ. ഞാൻ നിന്നെ പുലർത്താം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, ഞാൻ നിനക്ക് ധൈര്യം തരാം. നിങ്ങൾക്ക് ശക്തിയില്ലേ? വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വിശ്വാസം കുറവാണോ? അതോർത്തും വിഷമിക്കേണ്ട. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക മാത്രം ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന ഉറപ്പായും നിന്റെ ജീവിതത്തെ മാത്രമല്ല, നിന്നെ തന്നെ മാറ്റും. നിങ്ങൾ വളരെ ശാന്തമാകട്ടെ. നിങ്ങളുടെ ചിന്തകൾ പതിയെ പതിയെ മാഞ്ഞു പോകട്ടെ. നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ഞാൻ അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ദിവസം മുഴുവൻ അങ്ങെന്നെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി. എൻ്റെ ഓരോ ശ്വാസവും ഓരോ നിമിഷവും അവിടുത്തെ അനുഗ്രഹമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം ഞാൻ അങ്ങയുടെ മുൻപിൽ തുറക്കുകയാണ്. എൻ്റെ ചിന്തകളും എൻ്റെ ആശങ്കകളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സങ്കടങ്ങളും എല്ലാം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യമെന്നെ ഇപ്പോൾ ചുറ്റി നിറയട്ടെ. അങ്ങയുടെ സമാധാനത്താൽ ഞാൻ നിറയപ്പെടട്ടെ. കർത്താവേ, എനിക്ക് ലഭിച്ച ഈ ദിവസത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, എനിക്ക് ലഭിച്ച ചെറിയ ചെറിയ അനുഗ്രഹത്തിനായി, ഞാൻ ശ്രദ്ധിക്കാതെ പോയ അനുഗ്രഹങ്ങൾക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നെ സംരക്ഷിച്ചതിന്, എന്നെ നയിച്ചതിന്, എന്നെ കൈപിടിച്ച് നടത്തിയതിന് കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിനായി നന്ദി, എൻ്റെ ജീവിതത്തിനായി നന്ദി, എന്നെ സ്നേഹിക്കുന്നതിനായി നന്ദി. കർത്താവെ, അങ്ങ് നല്ലവനാണ്, അങ്ങ് വിശ്വസ്തനാണ്. അങ്ങയുടെ കരുണ എന്നേക്കും നിലനിൽക്കുന്നതാണ്. കരുണയുള്ള ദൈവമേ, ഇന്ന് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും, എല്ലാ വാക്കുകളും, ഞാൻ ചിന്തിച്ച എല്ലാ കാര്യങ്ങൾക്കും എന്നോട് ക്ഷമിക്കണമേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതെല്ലാം
എന്നോട് ക്ഷമിക്കണമേ. പ്രിയ കർത്താവേ, എൻ്റെ ഹൃദയം ശുദ്ധമാക്കണമേ. എൻ്റെ ഉള്ളിലെ ദോഷങ്ങൾ നീക്കം ചെയ്യണമേ. എൻ്റെ മനസ്സിനെ അവിടുന്ന് പുതുക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ പുതുക്കണമേ. ഇനി ഞാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. എൻ്റെ ഉള്ളിലെ എല്ലാ ഭയങ്ങളും ആശങ്കകളും വേദനകളും ഞാനിപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിക്കുകയാണ്. എനിക്ക് ഭാരമായി തോന്നുന്ന എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുകയാണ്. അങ്ങ് തന്നെയാണ് എൻ്റെ ആശ്വാസം. അങ്ങ് തന്നെയാണ് എൻ്റെ സഹായം. പ്രിയ കർത്താവേ, ഇന്നത്തെ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ അവിടുന്ന് എന്നെ കാത്തു സൂക്ഷിക്കണമേ. എൻ്റെ വീടിനെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കണമേ. അവിടുത്തെ ദൂതന്മാർ ഞങ്ങളുടെ ചുറ്റും നിൽക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. രോഗങ്ങളിൽ നിന്നും, ഭയങ്ങളിൽ നിന്നും, ദോഷങ്ങളിൽ നിന്നും, എല്ലാ വെല്ലുവിളികളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. പ്രിയ കർത്താവേ, അവിടുത്തെ സമാധാനം ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറയട്ടെ. എൻ്റെ ചിന്തകൾ ശാന്തമാകട്ടെ. എൻ്റെ മനസ്സ് വിശ്രമിക്കട്ടെ. ഞാൻ ആശങ്കകളില്ലാതെ ഉറങ്ങട്ടെ. നാളെ ഒരു പുതിയ പ്രത്യാശയോടെ ഞാൻ എഴുന്നേൽക്കട്ടെ. എൻ്റെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങെന്നെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. അങ്ങെന്നെ ഉപേക്ഷിച്ച് കളയുകയില്ലല്ലോ. എന്നെ സ്നേഹിക്കുന്നതിനും എന്നെ കരുതുന്നതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ രാത്രി അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. ദയയോടെ അവിടുന്ന് കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനയുടെ അവസാനമെത്തി. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ അവസാനിക്കുന്നില്ല. അതിപ്പോഴും നിങ്ങളോട് കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒന്നും പറയാതെ, ഒന്നും ചിന്തിക്കാതെ ആ ശാന്തതയിൽ കുറച്ചു നേരം കൂടി തുടരൂ. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ സമാധാനത്തിൽ വിശ്രമിക്കട്ടെ. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. ദൈവം ഇപ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വാക്കും ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് എത്തിച്ചേരുന്നത്. ഒരു പ്രാർത്ഥന പോലും വെറുതെയാകില്ല. നാളെ ഒരു പുതിയ ദിവസമാണ്. നിനക്കൊരു പുതിയ ആരംഭമാണ്. പുതിയ അവസരങ്ങൾ. ഇന്നത്തെ നിന്റെ വേദനകൾ നാളുകളിലെ സന്തോഷത്തിൻ്റെ ശക്തിയായി മാറും. ഇന്നത്തെ കണ്ണുനീർ നാളത്തെ നിന്റെ ചിരിയായി മാറും. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി ഉറങ്ങുക. ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാത്തു സൂക്ഷിക്കട്ടെ. നിങ്ങൾ ഉറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ ചുറ്റി മിന്നട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ശാന്തമാകട്ടെ. നിങ്ങളുടെ ആത്മാവ് വിശ്രമിക്കട്ടെ. നാളത്തെ ദിവസം അനുഗ്രഹപൂർണമാകട്ടെ. ഒരിക്കലും മറന്നു പോകരുത്, നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടവനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വിലപ്പെട്ട നിധിയാണ്. അവന് നിന്നെ ആവശ്യമാണ്. നിന്റെ നന്മകൾ കാണാൻ അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും ദൈവം നിങ്ങളുടെ അടുക്കലുണ്ട്. കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തി കാത്തു പരിപാലിച്ച് നല്ല ഉറക്കത്തെയും നല്ല ഉണർവിനെയും തരട്ടെ. ആമേൻ.